നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ്. അടുത്തിരിക്കുക. ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ലിറ്ററേച്ചർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വൽ സാധന തുടങ്ങണം. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റം വളരെ ലളിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ചാന്തോക്യ ഉപനിഷത്തിലെ ഈ ശ്ലോകങ്ങളെ ശരിക്കുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യണം. വെറും വായന കൊണ്ട് അത് മനസ്സിലാവില്ല. ചാന്തോക്യ ഉപനിഷത്തിലെ 5ാമത്തെ ചാപ്റ്ററിലെ 7ാം ഖണ്ഡമാണ് നമ്മൾ വായിക്കുന്നത്. 1ാമത്തെ ശ്ലോകം: പുരുഷോ വാവ ഗൗതമാഗ്നിസ്തസ്യ വാഗേവ സമിത്പ്രാണോ ധൂമോ ജിഹ്വാർച്ചിശ്ച ചക്ഷുരങ്കാര ശ്രോത്രം വിസ്ഫുലിംഗാഹ. ഗൗതമ, മനുഷ്യനാണ് ശരിക്കും യാഗാഗ്നി. ഈ കാര്യത്തിൽ വാക്കാണ് ഇന്ധനം, ശ്വാസം പുകയാണ്, നാവ് ജ്വാലയാണ്, കണ്ണുകൾ കൽക്കരിയാണ്, ചെവി തീപ്പൊരിയാണ്. 2ാമത്തെ ശ്ലോകം: തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ അന്നം ജുഹ്വതി തസ്യാ ആഹുതേ രേതഃ സംഭവതി. ഈ അഗ്നിയിൽ ദേവന്മാർ അന്നം അർപ്പിക്കുന്നു, ഈ ആഹുതിയിൽ നിന്ന് രേതസ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മനുഷ്യ ജന്മം സംഭവിക്കുന്നതിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പോ അച്ഛന്റെ ശരീരത്തിൽ നിന്നുള്ള സ്പേം അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള ഓവവുമായിട്ട് അണ്ടവുമായിട്ട് യോജിച്ചിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത് നമുക്കറിയാം. കോടാനുകോടി സ്പേംസ് ഉണ്ടാവുന്നു. അതില് ഒരെണ്ണം മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് ചെയ്യാത്തത് സയൻസിന് അറിയില്ല. അതുപോലെ തന്നെ ചില പുരുഷന്മാർക്ക് സ്പേംസിന്റെ നമ്പർ ഉണ്ടാവും, മോട്ടിലിറ്റി ഉണ്ടാവും. അമ്മയ്ക്കും കറക്റ്റായിട്ട് ഹോം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും, കുട്ടി ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് അവലംബിക്കുന്നത്. ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഈ കാലത്ത് IVF എന്നുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഗർഭധാരണം അതിന്റെ നമ്പർ കുറഞ്ഞു വരികയാണെന്ന് ചിലപ്പോൾ തോന്നും. എല്ലാവർക്കും ഒരു ധൃതിയാണ്. പക്ഷെ ഒരു ഗർഭധാരണം ശരിയായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലായില്ലെങ്കിൽ ആ കുട്ടിയുടെ ജനനത്തിന്റെ ഉദ്ദേശം എന്താണ് ആ കുട്ടി ഈ ലോകത്തിൽ ഫോളോ ചെയ്യേണ്ടത്, എന്തിനാണ് ജന്മം എടുത്തത്, ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ വെറും ഒരു ഫിസിക്കലായിട്ടൊരു രീതിയിൽ അത് തരംതാണു പോകും. ഒരു കുട്ടി ജനിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം വേണ്ടത് ജീവനാണ്.
ഇല്ലെങ്കിൽ കെമിക്കൽസും കൂടിയും ഫിസിക്കൽ കാര്യങ്ങളെല്ലാം ജോയിൻ ചെയ്ത് ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. നമ്മളൊരു ആർട്ടിഫിഷ്യൽ മെത്തഡ് ഫോളോ ചെയ്യുകയാണെങ്കിലും അതിലൊരു ആത്മാവ് പ്രവേശിക്കുക, അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. പ്രാർത്ഥന ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടൊരു പാർട്ടായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ശ്രമം കൊണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ശരിക്കും ലോകത്തിന് തന്നെ മനുഷ്യലോകം മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ ഒരു വരദാനം പോലെയായി മാറും, ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. അടുത്ത ലെവൽസ് ഓഫ് കോൺഷ്യസ്നസിലേക്ക് ലോകത്തെ നയിക്കാൻ പ്രാപ്തനാവണം. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും എല്ലാം വർദ്ധിച്ചു വരും. പുരാണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ രാക്ഷസ ജന്മങ്ങളെ കുറിച്ചിട്ടല്ല നാം പഠിച്ചിട്ടുണ്ട്. രാക്ഷസന്മാര് ലോകം ഭരിച്ചിരുന്ന കാലങ്ങൾ. രാക്ഷസന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക്, ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക് മാത്രം അട്രാക്റ്റഡ് ആയിട്ട് ഇതാണ് ലോകം എന്ന് ചിന്തിക്കുന്നവരാണ് അസുര ജന്മങ്ങൾ എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് ഇവിടെ നിന്നും പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബോധതലത്തിൽ ഉയരണം. ഇത് വെറും ഒരു ലേണിംഗ് ഫേസ് ആണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള മനസ്സിലാക്കുന്നവരാണ് നമ്മൾ ശരിക്കും ഡിവൈൻ ക്വാളിറ്റി വരുന്നത്. ശരീരം നഷ്ടപ്പെട്ടാലും ഇനി യാത്ര തുടരുന്നു. ഈ ഒരു തത്വം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. എങ്കിൽ മാത്രമേ ചാന്തോക്യോപനിഷത്തിൽ ഇനിയുള്ള ശ്ലോകൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇനിയുള്ളതല്ല, ഇതുവരെ ഉള്ളതും ഇനിയുള്ളതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തത്വം മനസ്സിലാക്കണം. റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിലെ മനസ്സിലാവുന്നു. നമ്മൾ ഇന്നലെ കിടന്ന ആളല്ല, എന്ത് രാവിലെ എണീറ്റിരിക്കുന്നു. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ആളല്ല, കുറച്ചു നേരം കഴിഞ്ഞ് സംസാരിക്കും, മാറിക്കൊണ്ടേയിരിക്കുന്നു. സൈക്കാട്രിയിലും ഈ ഒരു കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളിപ്പോ പെരുമാറുന്നത് മുമ്പേ ഉണ്ടായിട്ട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈക്കാട്രി എന്ന് പറയും. അപ്പൊ പെരുമാറുന്ന കാരണം അതിന്റെ മുമ്പേയുള്ള കാരണങ്ങളായിരിക്കാം. ജനിക്കുമ്പോൾ തന്നെ ചില വൈകല്യങ്ങൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? മാനസിക വൈകല്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന്റെ മുമ്പേയും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ കണക്റ്റഡ് ആണ്. മോഡേൺ സയൻസും ഒന്ന് ബാക്കിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ തരത്തില് ഒരു മനുഷ്യജന്മം ഭൂമിയിൽ വരാനായിട്ടുള്ള ശ്രമങ്ങളുടെ കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയും കൂടി ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇവിടെ ചാന്തോക്യോപനിഷത്ത് പറയുന്നു, യാഗത്തിലൂടെയാണ് ഒരു സ്പേം ഉണ്ടാവുന്നത്, സെമിനൽ ഫ്ലൂയിഡ്, രേതസ്. മുകളിൽ നിന്നും ഹയർ തലത്തിൽ നിന്നുമുള്ള വളരെയധികം കോൺവെർസേഷൻസും ഡിസ്കഷൻസും എല്ലാം നടന്നതിന് ശേഷമാണ് ഭൂമിയിൽ ജനിക്കണം എന്നുള്ള തീരുമാനം തന്നെ എടുക്കുന്നത്. വേണോ വേണ്ടേ? നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ പുരുഷനും സ്ത്രീയും സംഗമിച്ച കുട്ടി ഉണ്ടാവുന്നില്ലല്ലോ. മുകളിൽ നിന്നും ഡിസിഷൻസ് എടുക്കുക. അതന്നെ ഈ ഗർഭത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള തീരുമാനം ഹയർ ലെവലിൽ നിന്നാണ്. പലപ്പോഴും അബോർഷൻസ് ഉണ്ടാവുന്നു. എത്ര ശ്രമിച്ചിട്ടും കുട്ടി അബോർട്ടഡ് ആവുന്നു, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവുന്നു, ചിലപ്പോൾ മിസ്കാരേജസ് ഉണ്ടാവുന്നു, ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞാലും മരിക്കുന്നു, ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ വിചാരിച്ച രീതിയിലല്ല സ്വഭാവം, പല രീതിയിലും ആയി മാറുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള സയൻസസിനെ കുറിച്ച് മനസ്സിലാവേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴും ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ബ്രൂസ് ലിപ്റ്റൺ രചിച്ചിട്ടുള്ള ബയോളജി ഓഫ് ബിലീഫ് അതിലൊരു പുസ്തകമാണ്, എല്ലാവരും വായിക്കേണ്ടതാണ്. അപ്പോൾ യാഗം എന്ന് പറയുമ്പോൾ യജ്ഞഭാവം, ആ യജ്ഞഭാവത്തിലൂടെയാണ് യഥാർത്ഥത്തില് ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെടേണ്ടത് എന്നുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാവും. ഒരു ഹയർ ലെവലിലുള്ള ഒരു സോൾ ഇവിടെ വരണം എന്നുള്ള പ്രാർത്ഥനാഭാവത്തിലായിരിക്കണം ശരിക്കും സ്ത്രീയും പുരുഷനും ബന്ധപ്പെടേണ്ടത് തന്നെ. അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ വെറും ഒരു ഫിസിക്കലായിട്ടുള്ള ബന്ധമല്ല, വളരെ വളരെ ഹൈ ലെവലിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യണം, മെന്റലി പ്രിപ്പയർ ചെയ്യണം. ശരിക്കും ആത്മാർത്ഥമായിട്ട് ഉള്ളിലുള്ള സ്നേഹം വളരുന്നത് വരെ ഇനി റിലേഷൻ തന്നെ പാടില്ല എന്ന് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം പറയുന്നുണ്ട്. വെറും കാർണൽ ഡിസയർ അതിന്റെ മുകളിലാവരുത് കുട്ടികളുടെ ജന്മം. നമ്മൾക്കൊരു കുട്ടി വേണം എന്നുള്ള ചിന്ത, എൻ്റെ കുട്ടി വേറെ ആർക്കുള്ള കുട്ടിയല്ല, എൻ്റെ മാത്രം കുട്ടി, ഞാൻ ഇഷ്ടപ്രകാരം വളർത്തും. ഗ്രാൻഡ് പാരൻസിനും കൂടിയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പാരൻസ് പലപ്പോഴും കുട്ടികളെ വളർത്തുന്നത്. ആർക്കും ഈ സൊസൈറ്റിയിൽ ആർക്കും ഇന്റർഫിയർ ചെയ്യുന്ന എൻ്റെ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ആ തരത്തിലൊരു സെൽഫിഷായിട്ട് പലപ്പോഴും വലുതാവുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ സ്വാർത്ഥന്മാരെ മാറുന്നതിന് അത്ഭുതമില്ല. അത് ആ രീതിയിലായിട്ട് മാറുന്നു. കാരണം
പ്രോസസ്സിൽ സ്നേഹം വന്നിട്ടില്ല. ഈ ജനന പ്രക്രിയയിൽ മുഴുവൻ അടിസ്ഥാനപരമായിട്ട് ലവ് ആവണം. ലവ് എന്ന് പറയുമ്പോൾ ലോകത്തിനോട് മുഴുവനുള്ള സ്നേഹം, ഈശ്വരനോടൊരു സ്നേഹം. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഉണ്ടാവുന്ന ഒരു ജന്മം മനുഷ്യരാശിക്കും ലോകത്തിനും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാലത്തേക്ക് ഒരു ബ്ലെസ്സിങ് ആയി മാറണം എന്നുള്ള ആ ബോധം ഉള്ളിലും. അങ്ങനെ ആകുമ്പോൾ സെൽഫിഷ്നസ് അവിടെ ഇല്ലാണ്ടേ മാറും. എ ചൈൽഡ് ഇസ് ബോൺ ത്രൂ യു ആൻഡ് നോട്ട് ടു യു എന്നുള്ളൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സെയിങ് ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ശ്ലോകങ്ങളെല്ലാം മനസ്സിലാക്കാം. അപ്പൊ യജ്ഞഭാവം എന്ന് പറഞ്ഞാൽ ഹോമം ചെയ്യണമെന്നുള്ളതല്ല, ഉള്ളിലുള്ള ആ സെൽഫ്ലെസ്നെസ്, നിസ്വാർത്ഥത, അത് ആണ് എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കേണ്ടത്. ഇപ്പൊ എന്തൊക്കെ രീതിയിലുള്ള നമ്മൾ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും, ഈ ഒരു തോന്നല്, ഒരു ത്യാഗത്തിന്റെ മനോഭാവം ഉള്ളിൽ വേണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ആവശ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.